ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായകം. കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. ഇഡിയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്ന രാധാകൃഷ്ണനാണ്. ആർക്കെ, വെരി ഗുഡ് മോർണിംഗ്. കെജ്രിവാളിന് എത്രത്തോളം നിർണായകമാണ് ഇന്നത്തെ ദിവസം? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന പ്രവിത. കെജ്രിവാളിനെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇന്ന്. ക്രിസ്റ്റീനയ്ക്ക് അറിയാവുന്ന പോലെ ഡൽഹി ഹൈക്കോടതി അദ്ദേഹം സമർപ്പിച്ച അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉള്ളത്. അദ്ദേഹത്തിന് ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പങ്കുണ്ട് എന്നതുൾപ്പെടെയുള്ള രീതിയിലാണ് ഈ ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ പ്രത്യേകാനുമതി ഹർജി സമർപ്പിക്കുമ്പോൾ തനിക്ക് ആശ്വാസം ലഭിക്കും, അഥവാ അറസ്റ്റ് നിയമ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കും എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഉള്ളത്. അഭിഷേക് സിംഗ്വിയാണ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുന്നത്. ഒരു വലിയ അഭിഭാഷക നിര ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് കോടതി പരിഗണിക്കുന്നത്. 54ാമത്തെ ഐറ്റമായിട്ടാണ് സുപ്രീം കോടതിയിൽ ഈ കേസ് കേൾക്കാനായിട്ട് പോകുന്നത്. നിയമപരമായിട്ടുള്ള പല വിഷയങ്ങളും ഇഡി ഹാജരാക്കിയിരിക്കുന്ന മാപ്പ് സാക്ഷിയുടെ വിശ്വാസ്യത അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത്. ഏതായാലും ഇന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ കേസ് കോടതിയിൽ വരുമ്പോൾ ഇഡി മറുപടി സമർപ്പിക്കാനായിട്ട് സമയം ആവശ്യപ്പെടും എന്നുള്ളതാണ്. തങ്ങൾക്ക് മറുപടി സമർപ്പിക്കാനായിട്ടുള്ള സമയം ലഭിക്കേണ്ടതുണ്ട്, സാവകാശം ലഭിക്കേണ്ടതുണ്ട് എന്നതായിരിക്കും ഇഡി പറയുക. അങ്ങനെയുള്ള നടപടികളിൽ ഏത് ഘട്ടത്തിലായിരിക്കും, എങ്ങനെയായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് സമീപനം ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രത്യേക പരിഗണന അരവിന്ദ് കെജ്രിവാളിന് നൽകാൻ സാധിക്കില്ല എന്ന ഒരു നിലപാട് ഡൽഹി ഹൈക്കോടതി സ്വീകരിച്ചിരുന്നു. ഇതും സുപ്രീം കോടതി ഇന്ന് എങ്ങനെ കണക്കാക്കും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ളതും ഏറെ കൗതുകമുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി കാലാവധി ഇന്ന് കഴിയുന്നുണ്ട്. വിചാരണ കോടതിയായിട്ടുള്ള റൌസ് അവന്യൂ കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കും. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടർന്നും വിടണം എന്ന ആവശ്യമായിരിക്കും ഇഡി ഉന്നയിക്കുക. അക്കാര്യത്തിലും കോടതി ഒരു നിലപാട് സ്വീകരിക്കും. CBI കവിതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ ഈ കേസിൽ പ്രതി ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഉണ്ടാകും എന്നാണ് നമുക്ക് CBI വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന സൂചന. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങുന്ന ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളിലേക്ക് കടക്കുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശരി ആർക്കെ, എന്തായാലും നല്ലൊരു ദിവസം നേരുന്നു. കെജ്രിവാളിനെ സംബന്ധിച്ച് അതിനിർണായകമായ ദിവസമാണ്. മാത്രമല്ല, ഈ കെജ്രിവാൾ ജയിലിലായതിനു ശേഷം സഞ്ജയ് സിംഗ് നമ്മുടെ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് അതിപ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യ സഖ്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്തായാലും ഡൽഹിയിൽ ഇന്ന് സങ്കീർണമായ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ കൂടി കേസ് വരുന്ന സാഹചര്യത്തിൽ, അല്ലേ?